അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ അമ്മാബാദ്. പ്രിയമുള്ളവരെ, നമ്മൾ 2 ക്ലാസ് കഴിഞ്ഞ് ഇനി 3-ാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ 2 ക്ലാസ്സും നിങ്ങൾക്കെല്ലാവർക്കും എളുപ്പമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്കതിലൊരു സംശയം വല്ലതുമുണ്ടോ, ഇതൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ അത് വീഡിയോ കാണുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പഠന രീതി എളുപ്പമാണോ, അല്ല ഇന്നും ലളിതമാക്കണോ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്താലേ അത് എനിക്ക് മനസ്സിലാവുകയുള്ളൂ. ഇത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ക്ലാസ് എടുക്കേണ്ടത്, എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്കെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും, നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പമുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് ഷെയർ ചെയ്യൂ. ഞാൻ എല്ലാ കമൻറ്റും വായിക്കും, അതിന് എല്ലാവർക്കും റിപ്ലൈയും തരും. എൻ്റെ ക്ലാസ് നിങ്ങളുടെ സൗകര്യം പോലെ ഞാൻ ലളിതമാക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3-ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ أَلَا إِنَّهُمْ هُمُ الْمُفْسِدُونَ وَلَكِنْ لَا يَشْعُرُونَ وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ أَلَا إِنَّهُمْ هُمُ السُّفَهَاءُ وَلَكِنْ لَا يَعْلَمُونَ وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ اللَّهُ يَسْتَهْزِئُ بِهِمْ وَيَمُدُّهُمْ فِي طُغْيَانِهِمْ يَعْمَهُونَ أُولَئِكَ الَّذِينَ اشْتَرَوُا الضَّلَالَةَ بِالْهُدَى فَمَا رَبِحَتْ تِجَارَتُهُمْ وَمَا كَانُوا مُهْتَدِينَ. ഇനി നമുക്ക് 11-ാമത്തെ ആയത്ത്, അതിൻ്റെ അർത്ഥം നോക്കാം. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ. നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ, ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. നമുക്കിനി വേർഡ് ബൈ അർത്ഥം നോക്കാം. വൈദാ ഖീല പറയപ്പെട്ടാൽ, ലഹും അവരോട്, ലാ തുഫ്സിദു നിങ്ങൾ നാശമുണ്ടാക്കരുത്, ഫിൽ അർദ് ഭൂമിയിൽ, ഖാലൂ അവർ പറയും, ഇന്നമാ നഹ്നു നിശ്ചയമായും ഞങ്ങൾ, മുസ്ലിഹൂൻ നന്മയുണ്ടാക്കുന്നവർ ആണെന്ന്. ഇതാണ് ഇതിൻ്റെ വേർഡ് ബൈ അർത്ഥം. ഇനി നമുക്കിതിനെ ബൈ ഹാർട്ടാക്കാം. ഇതിനെ 2 പോർഷനാക്കാം. അർള് വരെ ഒരു പോർഷനും ബാക്കി അതിനുശേഷം അടുത്ത പോർഷനാക്കിയിട്ട് പഠിക്കാം. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ ചൂണ്ടുവിരൽ വെച്ച് തന്നെ ഓതണം ഓരോ അക്ഷരത്തിനും, എന്നാലേ നിങ്ങൾക്കത് മനസ്സിൽ പതിയുകയുള്ളൂ. പതിയുന്നത് വരെ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക. പതിഞ്ഞ് കഴിഞ്ഞ് മാത്രം അടുത്ത പോർഷനിലേക്കും അടുത്ത ആയത്തിലേക്കെല്ലാം പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർള്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർള്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർള്. സ്പീഡിൽ ഓതിയിട്ട് ബൈ ഹാർട്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, മെല്ലെ ഓതിയിട്ട് ബൈ ഹാർട്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും.
ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 2 തരത്തിൽ ഓതാം. വഇസാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർള്, 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 വഇസാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർള്. അപ്പോൾ ഇത് മനസ്സിൽ ഇതിൻ്റെ ഈ ആയത്തിൻ്റെ ഓതിയതിൻ്റെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അല്ലാത്തവർ പതിഞ്ഞവർ അടുത്ത പോർഷനിലേക്ക് പോവുക, പതിയാത്തവർ വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു 5-6 തവണ കൂടി ആവർത്തിക്കുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും പതിയും. നിങ്ങൾ ശ്രമിക്കണം, ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മാത്രമേ എല്ലാം എളുപ്പമാവുകയുള്ളൂ. അപ്പോൾ പതിഞ്ഞവർ അടുത്ത പോർഷനിലേക്ക് പോവാം. ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും, ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും, ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും, ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും. അപ്പോൾ നോക്കാം, ഒന്ന് കണ്ണടച്ച് ഒന്ന് ഓതി വെക്കുക. ഈ പോർഷൻ ഓതിയ ഭാഗം നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും. അപ്പം മനസ്സിൽ പതിഞ്ഞവർ ഈ ആയത്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പതിയാത്തവർ വീണ്ടും വീഡിയോ പോസ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഓതിയിട്ട് അത് പതിയുന്നത് വരെ ഓതുക. അപ്പം നമുക്ക് ജോയിൻ ചെയ്യാം. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും, വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും, വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും, വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും. ഇപ്പോൾ നമുക്ക് ഒന്ന് കണ്ണടച്ച് ഓതി വെക്കുക. ബൈ ഹാർട്ട് ആയോ ഇല്ലയോ നോക്കാം. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും. മനസ്സിൽ പതിയാത്തവർ വീണ്ടും ട്രൈ ചെയ്യുക. മനസ്സിൽ പതിഞ്ഞവർ ഇത് ഒരു 20 പ്രാവശ്യമെങ്കിലും ഓതണം. 10 പ്രാവശ്യം നോക്കിയിട്ട് 10 പ്രാവശ്യം നോക്കാതെയും 20 പ്രാവശ്യം കൂടി ഓതുക. എന്നാലേ അത് മനസ്സിൽ തറവാകുള്ളൂ. അത് ഓതിയതിന് ശേഷം നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ആയത്തിലേക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. ഇതിൻ്റെ അർത്ഥം, എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ വേർഡ് ബൈ അർത്ഥം നമുക്ക് നോക്കാം. അലാ അല്ല, അറിയുക, അല്ലേ. ഇന്നഹും നിശ്ചയമായും അവർ, ഹും അവർ തന്നെ, മുഫ്സിദൂൻ നാശമുണ്ടാക്കുന്നവർ, വലാക്കിൻ എങ്കിലും, ലാ യശ്ഉറൂൻ അവർ അറിയുന്നില്ല. ഇതാണ് ഇതിൻ്റെ വേർഡ് ബൈ അർത്ഥം. എല്ലാവരും ഒന്ന് മനസ്സിരുത്തി അർത്ഥം വായിക്കുക. എന്നാൽ ഒപ്പം നിങ്ങൾക്ക് ബൈ ഹാർട്ടാക്കാൻ എളുപ്പമാവും. ഇതിനെ നമ്മൾ മുറിക്കണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങൾ എന്നെ അറിയിച്ചാൽ മാത്രമേ എനിക്കത് അതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെറിയ ആയത്തുകൊണ്ട് മുറിക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം. മുറിച്ച് പഠിക്കുന്നവർ അങ്ങനെയും മുറിച്ച് പഠിക്കാം. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്,
വലാക്കിൻ കാഫ് കഴിഞ്ഞിട്ട് നൂന് വന്നല്ലോ, ആ നൂന് ഗ്രേ കളറാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നൂന് ഉച്ചരിക്കാൻ പാടില്ല ഇവിടെ. വലാക്കിൻ ലാ യഷ്ഉറൂൻ എന്ന് ഓതാൻ പാടില്ല, കാരണം ലാമിന് ശുദ്ധമുണ്ട്. അപ്പം വലാക്കില്ല കാഫ് കഴിഞ്ഞാൽ നേരെ ലാമിലേക്കാണ് പോകേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. 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 ഇത് ബൈഹാർട്ടായി നോക്കുക. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. ബൈഹാർട്ട് ആവാത്തവർ വീഡിയോ പോസ് ചെയ്തിട്ട് ബൈഹാർട്ട് ആവുന്നവരെ പഠിച്ചതിന് ശേഷം അടുത്ത ആയത്തിലേക്ക് പോകാം. ബൈഹാർട്ട് ആയതിനു ശേഷം 20 തവണ മസ്റ്റായിട്ട് നിങ്ങൾ ഓതി തന്നെ ഇരിക്കണം. 10 പ്രാവശ്യം നോക്കിയിട്ടും 10 പ്രാവശ്യം കാണാതെയും, എന്നാലേ അത് കുറച്ചും കൂടി മനസ്സിൽ പതിയുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ أَلَا إِنَّهُمْ هُمُ السُّفَهَاءُ وَلَكِنْ لَا يَعْلَمُونَ. ഇവിടെയും അതേ നേരത്തെ പറഞ്ഞ അതേ വലാക്കിൻ നൂന് മറച്ചു വെച്ച് ഓതേണ്ടതാണ്. അത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ അർത്ഥം, മറ്റുള്ളവർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ഈ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്നായിരിക്കും അവരുടെ മറുപടി. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മൂഢന്മാർ, പക്ഷേ അവരത് അറിയുന്നില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. നമുക്ക് വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വൈദാ കീല പറയപ്പെട്ടാൽ, ലഹും അവരോട്, ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ, കമാ ആമന വിശ്വസിച്ചതുപോലെ, അന്നാസ് മനുഷ്യർ, കാലു അവർ പറയും, അനുഉമിനു ഞങ്ങൾ വിശ്വസിക്കുകയോ, കമാ ആമന വിശ്വസിച്ചതുപോലെ, സുഫഹാ ബോഷന്മാർ, അലാ അല്ലേ, ഇന്നഹും നിശ്ചയമായും അവർ, ഹും അവർ തന്നെ, സുഫഹാ ബോഷന്മാർ, വലാക്കിൻ എങ്കിലും, ലാ യഅലമൂൻ അവർ അറിയുന്നില്ല. ബോഷന്മാർ എന്ന് പറഞ്ഞാൽ മൂഢന്മാർ എന്നാണ് അർത്ഥം. മലയാളം ഒന്ന് ശ്രദ്ധിക്കുക, മെയിൻ അർത്ഥം ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയാൽ മതി, മനസ്സിലാവും. അപ്പോൾ നമുക്കിതിനെ, ഇതൊരു വലിയ ആയത്തായതുകൊണ്ട് ഇതിനെ നമുക്ക് ഒരു 3-4 പാർട്ടാക്കാം. വൈദാ കീല ലഹും ആമിനു കമാ ആമനൻ നാസ് വരെ ഒരായത്ത്, അല്ല ഒരു പോർഷന്. കാലു അനുഅ്മിനു കമാ ആമന സുഫാ 2, അലാ ഇന്നഹും ഉമു സുഫാ 3, വലാകിൻ ലാ യഅലമൂൻ 4, വൈദാ ലഖു. അങ്ങനെ പഠിക്കാം. വഇദാ ഖീല ലഹും ആമിനു കമാ ആമനൻ നാസ്. വഇദാ ഖീല ലഹും ആമിനു കമാ ആമനൻ നാസ്. وإذا قيل لهم آمنوا كما آمن الناس. 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 ആ പച്ച കാണുന്ന അക്ഷരങ്ങളെല്ലാം നല്ലപോലെ മാണിക്കണം, മൂക്കിൽ മണിച്ച് തന്നെ ഓതണം കേട്ടോ. അപ്പോൾ ഇത് ബൈഹാർട്ടാക്കിയോ എന്ന് മനസ്സിൽ പതിഞ്ഞോ എന്ന് നോക്കുക. മനസ്സിൽ പതിയാത്തവർ വീണ്ടും ഒരു 5-6 തവണ ആവർത്തിക്കുക. വഇദാ ഖീല ലഹും ആമിനു കമാ ആമനൻ നാസ്. മനസ്സിൽ പതിഞ്ഞവർ അടുത്ത പോർഷനിലേക്കും, പതിയാത്തവർ വീഡിയോ പോസ് ചെയ്തിട്ട്
എന്ത് ചെയ്യുക, 5-6 തവണ മനസ്സിൽ പതിയുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറാകുന്നുണ്ടാവും, എനിക്ക് മനസ്സിലാവും. പക്ഷേങ്കിൽ അത് പറഞ്ഞ് തന്നെ ഓതണം. കാരണം എന്നാലേ പറയുമ്പോഴേ എല്ലാവരും ചെയ്യുകയുള്ളൂ. ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ അതുകൊണ്ടായി പറയുന്നത്, ബോറടിക്കാൻ വേണ്ടിയിട്ടല്ല. ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ. അപ്പോൾ ഇത് ബൈഹാർട്ടായോ എന്ന് നോക്ക്. ബൈഹാർട്ടാകുന്നവർ ട്രൈ ചെയ്യുക. ഞാനിത് കൂടുതൽ ഓതുന്നില്ല, കാരണം വലിയ ആയത്തവ വീഡിയോ ദീർഘമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു 3 പ്രാവശ്യം ഓതുള്ളൂ. ബാക്കി നിങ്ങൾക്ക് പഠിക്കുന്നതുവരെ നിങ്ങൾ ഓതുക. എന്നാലാണ് വീഡിയോ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ട് പോലെയാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 പ്രാവശ്യം ഞാൻ ഓതുന്നുള്ളൂ, ബാക്കി നിങ്ങൾ ഓതുക. അലാ ഇന്നഹും ഹുമുസ്സുഫഹാ അലാ ഇന്നഹും ഹുമുസ്സുഫഹാ അലാ ഇന്നഹും ഹുമുസ്സുഫഹാ. ഇതേപോലെ ബൈഹാർട്ടാകുന്നവരെ ഓതിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അടുത്ത പോർഷനിലേക്ക് പോവാം. വലാകിൻ ലാ യഅലമൂൻ വലാകിൻ ലാ യഅലമൂൻ വഇദാ ലഖൂ 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 വലാകിൻ ലാ യഅലമൂൻ വഇദാ ലഖൂ. ഇതിപ്പോൾ ഞാൻ വൈദാ ഖീല ലഹും ആമിനു നാസ് വരെ ഓതിയില്ലേ. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ വൈദാ ഖീല ലഹും അതൊന്ന് പിക്ചറാക്കുക. അതിനുശേഷം ആമിനു കമാ ആമനന്നാസു നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ചെറുതാക്കി. പക്ഷേ എല്ലാവരും അത് ജോയിൻറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം കറക്റ്റ് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം 20 തവണ ആവർത്തിക്കുക. അപ്പോൾ ഇനി നമുക്കിത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓതാം. وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ أَلَا إِنَّهُمْ هُمُ السُّفَهَاءُ وَلَكِنْ لَا يَعْلَمُونَ وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ أَلَا إِنَّهُمْ هُمُ السُّفَهَاءُ وَلَكِنْ لَا يَعْلَمُونَ وَإِذَا لَقُوا. ഇത് ജോയിൻ്റ് ആയവർ ആകുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓതിക്കൊണ്ടിരിക്കുക. ജോയിൻ്റ് ആയതിനു ശേഷം 20 പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ ഓതുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ. വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തങ്ങളുടെ കൂട്ടാളികളായ പിശാചുക്കളുടെ അടുത്ത് തനിച്ചാകുമ്പോൾ അവരോട് പറയും, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു, ഞങ്ങൾ മറ്റവരെ കളിയാക്കുക മാത്രമായിരുന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇനി വേർഡ് ബൈ അർത്ഥം നോക്കാം. വഇദാ ലഖൂ അവർ കണ്ടുമുട്ടിയാൽ, അല്ലദീന ആമനു വിശ്വസിച്ചവരെ, ഖാലു അവർ പറയും, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വൈദാ ഖലൗ അവർ ഒഴിവായാൽ, ഇലാ ഷയാത്തീനിഹിം അവരുടെ പിശാചുക്കളിലേക്ക്, ഖാലു അവർ പറയും, ഇന്ന നിശ്ചയമായും, മഅക്കും നിങ്ങളുടെ കൂടെയാണ്, ഇന്നമാ നഹ്നു നിശ്ചയമായും ഞങ്ങൾ,
മുസ്തഹസിഊൻ പരിഹസിക്കുന്നവർ. അപ്പം നമുക്കിതിനെ ഈ ആമനു ഷയാത്തീനിഹിം എന്നുള്ള ഭാഗങ്ങളിലേക്ക് പോർഷനാക്കിയിട്ട് പഠിക്കാം. വഇസാ ലഖുല്ലദീന ആമനു വഇസാ ലഖുല്ലദീന ആമനു വഇസാ ലഖുല്ലദീന ആമനു വഇസാ ലഖുല്ലദീന ആമനു വഇസാ ലഖുല്ലദീന ആമനു. ശരിക്കും ഓതുമ്പോൾ വിരൽ വെച്ച് ഓതാൻ തന്നെ നിങ്ങൾ ശ്രമിക്കണം. വിരൽ വെച്ച് ഓതിയാലേ അത് മനസ്സിൽ പതിയുകയുള്ളൂ. അപ്പോൾ ഇത് ബൈഹാർട്ടാകുന്നത് വരെ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത പോർഷനിലേക്ക് പോകാം. ഖാലൂ ആമന്നാ വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലൂ ആമന്നാ വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലൂ ആമന്നാ വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം. ഇതും അതേപോലെ തന്നെ ബൈഹാർട്ടാകുന്നത് വരെ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക. ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ അല്ലാഹു യസ്തഹ്സിഉ. 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 അപ്പോൾ ഇതും അതേപോലെ തന്നെ മനസ്സിൽ പതിയുന്നവരെ ഓതിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് പഠിക്കാം. വഇസാ ലഖുല്ലദീന ആമനു ഖാലൂ ആമന്നാ വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ അല്ലാഹു യസ്തഹ്സിഉ. വഇസാ ലഖുല്ലദീന ആമനു ഖാലൂ ആമന്നാ വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ അല്ലാഹു യസ്തഹ്സിഉ. വഇസാ ലഖുല്ലദീന ആമനു ഖാലൂ ആമന്നാ വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ അല്ലാഹു യസ്തഹ്സിഉ. നിങ്ങൾക്ക് മനസ്സിൽ പതിയുന്നവരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം 20 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. ഇതൊരു ചെറിയ ആയത്താണ്. അത് നിങ്ങൾക്ക് 2 പോർഷനാക്കിയിട്ട് പഠിക്കുമെങ്കിൽ അങ്ങനെ പഠിക്കാം, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും പഠിക്കാം. ഇതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മാത്രമേ എനിക്കത് അതേപോലെ ക്ലാസ് എടുത്ത് തരാൻ പറ്റുള്ളൂ. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. ഇതിൻ്റെ അർത്ഥം വിശദീകരിച്ചിട്ടില്ലല്ലേ. എന്നാൽ അല്ലാഹു ആകട്ടെ അവരെ പരിഹസിക്കുകയും അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചുവിട്ടിരിക്കുകയുമാകുന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇനി വേർഡ് ബൈ അർത്ഥം നോക്കാം. അല്ലാഹു യസ്തഹ്സിഉ പരിഹസിക്കുന്നു അവരെ, ബിഹിം അവരെ, വയമുദ്ദുഹും അവരെ നീട്ടി അയച്ചു ഇടുകയും ചെയ്യും, ഫീ തുഗ്യാനിഹിം അവരുടെ അതിര് കവിയലിൽ ധിക്കാരത്തിൽ, വയഅമഹൂൻ അവർ അന്താളിച്ചു അന്തം വിട്ടു അലഞ്ഞു നടക്കുമാർ. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. അപ്പം നമുക്ക് ഇത് ബൈഹാർട്ടാക്കാൻ നോക്കാം. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ ഉലൈക
അല്ലാഹു യസ്തഹ്സിഹു ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ ഉലൈക അല്ലാഹു യസ്തഹ്സിഹു ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ ഉലൈക അല്ലാഹു യസ്തഹ്സിഹു ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ ഉലൈക. അപ്പോൾ നിങ്ങൾ ഇത് ബൈഹാർട്ടായോ നോക്കുക. ബൈഹാർട്ടായിട്ടില്ലെങ്കിൽ ബൈഹാർട്ടാകുന്നത് വരെ ഓതിക്കൊണ്ട് ബൈഹാർട്ടാക്കാം. നിങ്ങൾക്ക് പറ്റും. ഇത്ര ലെങ്ത് പഠിക്കാൻ പറ്റില്ലെങ്കിൽ യമുദ്ദുഹും വരെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി അങ്ങനെ പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. ഇത് ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 20 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓതിക്കൊണ്ടിരിക്കണം. أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നു അവർ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമാവുകയോ അവർ ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്തില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. നമുക്ക് വേർഡ് ബൈ അർത്ഥം നോക്കാം. ഉലായിക അക്കൂട്ടർ, അല്ലദീന യാതൊരുവരാണ്, ഇഷ്തറോ അവർ വിലക്ക് വാങ്ങി, ലലാല ദുർമാർഗം, ബിൽ ഹുദ സന്മാർഗത്തിന് പകരം, ഫമാ റബിഹത് എന്നാൽ ലാഭകരമായില്ല, തിജാറത്തുഹും അവരുടെ കച്ചവടം, വമാ കാനു അവർ ആയതുമില്ല, മുഹ്തദീൻ നേർമാർഗം പ്രാപിച്ചവർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റബിഹത്ത് തിജാറത്ത് എന്നല്ല, റബിഹത്ത് തിജാറത്തും. ആ റബിഹ കഴിഞ്ഞിട്ടുള്ള ത ഈ തിജാറത്തുമായിട്ട് ലയിപ്പിക്കുന്നത്. റബിഹത്ത് തിജാറത്തുഹും അങ്ങനെ ഓതണം കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ലലാല വരെ ഒരു ഭാഗമാക്കാം, റബിഹത്ത് തിജാറത്തുഹും ഒരു ഭാഗമാക്കാം, വമാക്കാനു മുഹ്തദീൻ. പിന്നെ അടുത്ത ആയത്തിൻ്റെ തുടക്കം മതലഹും ഉലൈകല്ലദീന ഇസ്തറഉൽ ലലാല ഉലൈകല്ലദീന ഇസ്തറഉൽ ലലാലത ഉലൈകല്ലദീന ഇസ്തറഉൽ ലലാലത ഉലൈകല്ലദീന ഇസ്തറഉൽ ലലാലത ഉലൈകല്ലദീന ഇസ്തറഉൽ ലലാലത. അത് നിങ്ങൾ ബൈഹാർട്ടാകുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് ഇനി അടുത്ത പോർഷനിലേക്ക് പോകാം. ബിൽഹുദാ ഫമാ റബിഹത് തിജാറത്തുഹും ബിൽഹുദാ ഫമാ റബിഹത് തിജാറത്തുഹും ബിൽഹുദാ ഫമാ റബിഹത് തിജാറത്തുഹും ബിൽഹുദാ ഫമാ റബിഹത് തിജാറത്തുഹും. അപ്പോൾ ഇതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ബൈഹാർട്ടാകുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. വമാ കാനു മുഹ്തദീൻ മസലുഹും വമാ കാനു മുഹ്തദീൻ മസലുഹും വമാ കാനു മുഹ്തദീൻ മസലുഹും വമാ കാനു മുഹ്തദീൻ മസലുഹും വമാ കാനു മുഹ്തദീൻ മസലുഹും. അപ്പം ഈ ആയത്ത് നമുക്ക് ജോയിൻ ചെയ്ത് വെക്കാം. ഉലൈകല്ലദീന ഇസ്തറഉൽ ലലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറത്തുഹും വമാ കാനു മുഹ്തദീൻ മസലുഹും ഉലൈകല്ലദീന ഇസ്തറഉൽ ലലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറത്തുഹും വമാ കാനു മുഹ്തദീൻ മസലുഹും ഉലൈകല്ലദീന ഇസ്തറഉൽ ലലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറത്തുഹും വമാ കാനു മുഹ്തദീൻ മസലുഹും ഉലൈകല്ലദീന ഇസ്തറഉൽ ലലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറത്തുഹും വമാ കാനു മുഹ്തദീൻ മസലുഹും. മസലുഹും ആരംഭിക്കുന്നത് അടുത്ത പേജിലാണ്. ഇപ്പം നമ്മൾ ഖുർആനിലെ ഫസ്റ്റ് 3 പേജ്, ഒന്ന് ഫാത്തിഹൻ്റെ അലിഫ്ലാമിൻ്റെ 5 ഇപ്പോൾ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4ാമത്തെ പേജിൻ്റെ തുടക്കമാണ് മസലുഹും. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതും നിങ്ങൾ ഒപ്പനം പഠിക്കണം. എന്നാലാണ് അടുത്ത ആയത്തിൻ്റെ തുടർച്ച നിങ്ങൾക്ക് വേഗം മൈൻഡിൽ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുന്നത് വരെ, മനസ്സിൽ പതിയുന്നത് വരെ നല്ലപോലെ റിപ്പീറ്റ് ചെയ്ത് ഓതുക.
അതിനുശേഷം 20 തവണ 10 തവണ നോക്കിയിട്ടും 10 തവണ ബൈഹാർട്ടാക്കിയിട്ടും ഓതുക. പിന്നെ ഞാൻ പറഞ്ഞത് ഇതുവരെ ഇപ്പോൾ നിങ്ങളിപ്പം പഠിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ 5 വഖത്ത് നമസ്കാര ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പഠിച്ച ഒരു ദിവസത്തെ പഠിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് ഒരു 20 പ്രാവശ്യം 10 പ്രാവശ്യം നോക്കിയിട്ടും 10 പ്രാവശ്യം മനസ്സിലും ഓതുക. അപ്പോൾ എന്താവും, നിങ്ങൾക്കത് മനസ്സിൽ ഉറച്ചട നിൽക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമാണ്, എന്താണ് ഇവർ ഇങ്ങനെ ചെറിയ സൂറത്ത് തുടങ്ങാണ്ട് വലിയ സൂറത്ത് തുടങ്ങിയെന്നുള്ളത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഖുർആൻ വലുത് ചെറുത് അങ്ങനെയൊന്നുമില്ല. ഖുർആൻ പഠിക്കുക, ഏതായത്തും നിങ്ങൾക്ക് ഏത് സൂറത്തും എത്ര വലുതും എത്ര ചെറുതും പഠിക്കുക. അപ്പം വലുതും തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ആത്മവിശ്വാസം കിട്ടും. ഇതൊക്കെ ഞാൻ പഠിച്ചല്ലോ, ഇനി അങ്ങോട്ട് ഉള്ളതെല്ലാം എളുപ്പമാവും എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാം പഠിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവും. കാരണം സൂറത്തുൽ ബഖറയാണ് ഏറ്റവും വലിയ സൂറത്ത്, ഏറ്റവും കൂടുതൽ പേജുള്ള സൂറത്ത്, ഏറ്റവും കൂടുതൽ ആയത്തുള്ള സൂറത്ത്, ഏറ്റവും വലിയ ആയത്തുള്ള സൂറത്ത്, അങ്ങനെ പലതും എല്ലാം കൊണ്ടും വലിയൊരു സൂറത്ത് തന്നെയാണ് ഈ അൽ ബഖറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള സൂറത്തുകളെല്ലാം വളരെ എളുപ്പമാവും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കും. അതുകൊണ്ടാണ് ഞാൻ അൽ ബഖറ തന്നെ തിരഞ്ഞെടുത്തത്. പിന്നെ നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്വയം തെറ്റുകൾ തിരുത്തുക. അതായത് നിങ്ങൾ ഒരു വീഡിയോ റെക്കോർഡറിൽ നിങ്ങൾ ഇപ്പം പഠിച്ച ഭാഗങ്ങൾ കാണാതെ ഓതി, എന്നിട്ട് അത് സേവ് ചെയ്തിട്ട് ഖുർആൻ എടുത്ത് പ്ലേ ചെയ്യുക. അപ്പം നിങ്ങളുടെ അക്ഷരങ്ങൾ തെറ്റുണ്ടോ, വാക്കിൽ തെറ്റുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് തെറ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കാനും പറ്റും. സ്വയം തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തുമ്പോഴാണല്ലോ അത്രയും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക. അതും നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ സംശയങ്ങളും, ഇത് ക്ലാസ് എളുപ്പമാണോ, ഇത് ബോറാണോ, എല്ലാം എന്താ നിങ്ങൾക്ക് തുറന്ന് പറയാൻ പറ്റുന്ന എല്ലാം പറയാം. അതിന് നിങ്ങളെ കമൻറ്റ് വായിച്ചിട്ടും വേണം എൻ്റെ ക്ലാസ് കുറച്ചും കൂടി ഇതിലും നന്നാക്കാൻ പറ്റുക എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ചെയ്യുക. പിന്നെ അറിയുന്ന ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു ഉപകാരപരമായ ക്ലാസ് ആണെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പേജ് നാളെ മുതൽ തുടങ്ങാം. അതുവരെ നിങ്ങളെല്ലാവരും ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ തറവാക്കുക. പഠിച്ച ആയത്തുകൾ ഇനി നിങ്ങളെല്ലാ ഫർള് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലെല്ലാം കാണാതെ ഓതാൻ ശ്രമിക്കുക എന്നല്ല, ഓതുക തന്നെ ചെയ്യണം. ഓരോ വക്തിലും നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക. ഓരോ സുന്നത്ത് നിസ്കാരത്തിലും ഇപ്പം പുരുഷന്മാർ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ പറ്റില്ല, അവർ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ പറ്റുമല്ലോ. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കഴിഞ്ഞ ഭാഗം പഠിച്ച ഭാഗം ഒന്ന് ഓതി വയ്ക്കാൻ മതി. അപ്പോൾ കിട്ടുന്നില്ല എങ്കിൽ അന്നേരം തന്നെ മുസാഫ് എടുത്ത് അന്നേരം തന്നെ തെറ്റിയിരുത്തി കഴിഞ്ഞാൽ അത് വീണ്ടും കുറച്ചും കൂടി എഫക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, അത് ക്ലിയർ ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഓതി വെക്കുക, ഫ്രീ കിട്ടുമ്പോഴെല്ലാം ഓതി വെക്കുക. അങ്ങനെയാണ് ഖുർആൻ പഠിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് നാളെ അടുത്ത പേജിൽ, അതായത് മസലഹും എന്ന് തുടങ്ങുന്ന പേജ് നമുക്ക് ഹാഫ് പേജ് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പഠിക്കാം. അവരെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.